Welcome to Zach Dreams. ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്കൊക്കെ പോവാട്ടോ. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. രാവിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇതാ പതിവ് പോലെ നമ്മൾ കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഒക്കെ പരിപാടിയിലാണ്. ഇന്ന് നമ്മുടെ സാധാ ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ കുട്ടിക്ക് സ്കൂളും മദ്രസ ഒന്നും ഇല്ലാത്ത ദിവസമാണ്. മദ്രസ ഉണ്ട്, ഉച്ച കഴിഞ്ഞിട്ട് നബിദിന പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു ഭാഗത്ത് ദോശ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പം കുറച്ച് പാലൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ചായക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പാല് കറണ്ട് അടുപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചായ വെക്കുന്ന സമയത്ത് എങ്ങനെയാണ് കേട്ടോ, കുറച്ചൊന്ന് ചൂടായി വന്നാൽ പിന്നെ പഞ്ചസാരയും ചായപ്പൊടിയും അവിടെ ഇട്ട് വെക്കും. അപ്പോൾ കുറച്ചൊരു കട്ടി ഉണ്ടാവും എത്ര കുറവ് പാലാണെങ്കിലും. പിന്നെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് ഇതുപോലെ നല്ലോണം ഒന്ന് ആറ്റിയെടുക്കും കൂടെ ചെയ്താൽ സൂപ്പർ ചായ റെഡിയാവും കേട്ടോ. അങ്ങനെ ഞാൻ അത് ആറ്റുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊന്ന് മറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു. ചായയൊക്കെ നമ്മുടെ ഗ്യാസിൻ്റെ മേലെ കറണ്ടടുപ്പിൻ്റെ മേലെയൊക്കെ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു വൃത്തികേടായിട്ട് അവിടെ കിടക്കൂല. അപ്പോൾ അപ്പപ്പോൾ തന്നെ അത് എന്തെങ്കിലുമൊക്കെ വൃത്തികേടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈയോടെ തന്നെ അത് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമ്മൾ തുടയ്ക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ചായയൊക്കെ ദാ നല്ലപോലെ ആറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ കുട്ടി എണീറ്റിട്ടില്ല കേട്ടോ. അവളെ വിളിച്ചപ്പോൾ അവൾ കുറച്ച് നേരം കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂന്തൽ റോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി ദോശയൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടി ഇതാ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ബ്രഷ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ മുറ്റവും കൂടെ ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് നിൽക്കുകയാണ് കേട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ അങ്ങനെ പുല്ല് പറിക്കൽ എന്നും ഉണ്ടാവും. ഡെയിലി പറിച്ചാൽ അവിടെ ഇവിടെയൊക്കെ പിന്നെ ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നടക്കൂല. അപ്പം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചാൽ ഞങ്ങൾ കുറച്ച് നേരത്തെ കഴിക്കുകയും ചെയ്യും. പിന്നെ ഇതാ അവളവിടെ നിന്ന് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു. പിന്നെ നമ്മുടെ കുറച്ച് ഭാഗം ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ റൂമിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ പുല്ലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് പണിയും കഴിഞ്ഞ് അങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ കട്ടയും പൊട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പെറുക്കി ഒരു മൂലയൊക്കെ ആക്കി. നല്ല മാസവും കൂടെ അല്ലേ, അപ്പോൾ ചുറ്റുഭാഗത്തുള്ള പുല്ലും കാടും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടിയും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ പുല്ല് പറിക്കാനായിട്ടും അടിച്ചു വാരാനായിട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ എന്തേലും പണിയെടുക്കുമ്പം കൂടെ അങ്ങനെ നടക്കും. പിന്നെ ചൂലൊക്കെ പിടിച്ച് വാങ്ങണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പം പെൺകുട്ടികളുടെ പരിപാടിയാണ് കേട്ടോ. ഈ വീഡിയോ വരുന്ന സമയത്ത് കുറച്ച് വൈകിയിട്ടുണ്ടാവും. നബിദിനത്തിൻ്റെ ആ സമയത്ത് തന്നെ റബീഉൽ അവ്വൽ 12-ന് തന്നെ ഇവിടെ നബിദിനമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ നമ്മുടെ മഹല്ലിൽ. അപ്പോൾ തലേദിവസം പെൺകുട്ടികളുടെ പരിപാടിയും പിറ്റേ ദിവസം ആൺകുട്ടികളുടെ പരിപാടി. പിന്നെ തലേ ദിവസം തന്നെയായിരുന്നു ഇവിടെ ചോറും ഒക്കെ ഉണ്ടായിരുന്നത്, നേർച്ചച്ചോറും മൗലൂദൊക്കെ. പിന്നെ കാര്യമായിട്ട് കുറേ മഹല്ലുകളിലൊന്നും വലിയ രീതിക്കൊന്നും ആഘോഷമായിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരന്തവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഘോഷയാത്രയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയ രീതിക്ക് കുട്ടികളെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഇതാ മുറ്റമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ അകത്തേക്ക് കയറി അരി ഇട്ടിട്ടുണ്ട് ഉച്ചക്കത്തേക്ക് ലഞ്ചിനുള്ള. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിയലും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ പച്ചക്കറി കഴിക്കൽ ഒരു ഇതാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ചാറ് മാത്രം അങ്ങനെ ഒഴിച്ച് കഴിക്കുകയാണ് കേട്ടോ ചെയ്യുക. അവിയൽ വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാ കഷ്ണങ്ങളും അങ്ങനെ പെറുക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മുരിങ്ങാക്കോലും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണല്ലോ അവിയൽ വെച്ചാൽ. അപ്പം ഞാൻ ഒരു എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ തരത്തിലുള്ളതാണ് കേട്ടോ വെക്കുന്നത്. തൈരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വാളംപുളിയൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. തൈര് ഒഴിച്ചാലാണല്ലോ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഉള്ള കഷ്ണങ്ങളൊക്കെ ഒപ്പിച്ച് പയറും എന്താ നമ്മുടെ മുരിങ്ങാക്കോൽ, ഉരുളക്കിഴങ്ങ്, പിന്നെ ഉള്ളി, കുമ്പളങ്ങ അങ്ങനത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒരു അവിയലാക്കാമെന്ന് വിചാരിച്ചിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം അവിയൽ വെക്കുമ്പം എല്ലാ കഷ്ണങ്ങളും ഒരേ അളവിൽ ഇങ്ങനെ മുറിച്ചെടുത്താൽ അതാണല്ലോ അല്ലേ കാണാനും ഒരു ഭംഗി ഉണ്ടാവുക. അപ്പം മുറിച്ചെടുക്കുക എന്നുള്ളത് ചെറിയൊരു ടാസ്ക്കുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നബിദിനത്തിന് നമുക്ക് ചോറ് കിട്ടും. പിന്നെ അതുപോലെ ഓണത്തിന് താഴെ എന്താ
വീട്ടിലുള്ളവരൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറി ഇനിയും ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ നാശമായി പോകും. അപ്പോൾ ഞാൻ എല്ലാ പച്ചക്കറിയും എടുത്തിട്ട് മുറിച്ച് അങ്ങനെ അവിയലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് കുറച്ച് കൂടുതലുള്ളത്. പിന്നെ അതാ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിക്കുമ്പോൾ അതിലുള്ള കരടും ഒക്കെ അങ്ങ് ചാടിപ്പോയി. അപ്പോൾ അതൊക്കെ ഞാൻ പെറുക്കിയെടുത്ത് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു പുളിവെള്ളത്തിൻ്റെ ആ ഒരു വെള്ളത്തിൽ മാത്രമാണ് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ തൈരാണ് നമ്മൾ ഒഴിക്കുന്നതെങ്കിൽ ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒന്ന് തിരുമ്മി അടുപ്പത്ത് വെച്ച് കൊടുത്താൽ മതി. ഞാൻ പുളി ഒഴിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് വെള്ളം കൂടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് ആവി വരുന്ന സമയം വരെ തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ദാ ഒരു മുറി തേങ്ങ ഞാൻ ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 2 ചെറിയുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് ചെറിയ ജീരകമാണ് കേട്ടോ. അപ്പോൾ അവിയൽ വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ, കാണുന്നവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ റെസിപ്പി കാണിക്കുന്നത്. ഇങ്ങനത്തെ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പം അറിയാത്തവർക്ക് അതൊരു ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ദാ നമ്മുടെ നല്ലപോലെ കഷ്ണങ്ങളിലൊക്കെ ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വേവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം തീ കുറച്ച് വെച്ചാൽ മാത്രമേ കേട്ടോ അതിലുള്ള ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. പിന്നെ ചേനയോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിലും തീ കുറച്ച് വെക്കണം. അപ്പോൾ ഇതാ ഞാൻ തേങ്ങയൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. വെന്തുടയരുതല്ലോ. അപ്പോൾ ഇങ്ങനെ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ അധികം കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തുടയാതെ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തിട്ട് ആ തേങ്ങേൻ്റെ മേലേക്കും ഒന്ന് ആവി കയറുന്ന വരെ ഒന്ന് ഒരു മിനിറ്റ് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ അതും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ ഒക്കെ ഒന്ന് ഇളക്കിയെടുക്കുക. ലാസ്റ്റ് കുറച്ചൊന്ന് പിന്നെ ഒക്കെ ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഒക്കെ ഒന്ന് പാകത്തിന് ആ തേങ്ങേൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ മാറിയാലാണല്ലോ കൂടുതലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതാ എല്ലാം ഒന്ന് റെഡിയായി വന്നപ്പം ഏറ്റവും ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി അവിയലും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ദാ നമ്മുടെ ജക്കിക്കുട്ടി ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മദ്രസയിൽ ഉച്ച കഴിഞ്ഞിട്ട് പെൺകുട്ടികളുടെ പരിപാടിയാണെന്നുള്ളത്. അപ്പോൾ ദാ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ മഫ്ത ഷാളൊക്കെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഇവളിങ്ങനെ മഫ്ത ഷാൾ കൊണ്ട് ഇങ്ങനെ ചുറ്റി ഇടുന്നത്. സാധാ നമ്മളെ ഫർദയും മഫ്തയും ഒന്നിച്ചുള്ളത് അങ്ങനെ ഇട്ട് കൊടുക്കലായിരുന്നു. അപ്പോൾ ഇന്ന് ഷാളൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. 2 മണിക്കാണ് പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ കുറച്ച് നേരം പിന്നെ ഞങ്ങൾ അവിടെ അങ്ങനെ പോയി നിന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാ സക്കിക്കുട്ടി പാട്ട് പാടാനൊക്കെ കയറിയിട്ടുണ്ട്. അവൾക്ക് ചെറിയൊരു മാപ്പിളപ്പാട്ടാണ് കേട്ടോ പഠിപ്പിച്ച് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ മൈക്കിലൊക്കെ ആദ്യമായിട്ടാണ് അവൾ പാടുന്നത്. അപ്പോൾ ആ ഒരു ധൈര്യം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഒരു പാട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് തന്നെ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റോ സെക്കൻഡോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നാട് ചുറ്റി നടന്നത് കണ്ടിടണം. കഅബ ശരീഫിൽ കില്ല പിടിച്ച് ചുറ്റി തവാഫും ചെയ്തിടണം. ഇവിടുന്നൊക്കെ പാട്ട് പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര സ്പീഡിൽ പാടി അങ്ങനെ തീർക്കലായിരുന്നു. അപ്പം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊന്ന് സ്ലോ ആക്കണം എന്നുള്ളത്. സ്റ്റേജിൽ കയറിയപ്പോൾ ആൾ മൊത്തത്തിൽ അത് സ്ലോ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പാട്ടൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ പാടി. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റും സെക്കൻഡും ഒന്നുമില്ല, പ്രോത്സാഹന സമ്മാനം എല്ലാ കുട്ടികൾക്കും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണല്ലോ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ആ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നബിദിനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മക്കൾക്കൊക്കെ ഫസ്റ്റ് കിട്ടിയോ സമ്മാനങ്ങൾ കിട്ടിയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.